നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംസ്കൃത ന്യായങ്ങൾ മുൻപ് പല വീഡിയോകളിലായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിൽ ധാരാളം ന്യായങ്ങളുണ്ട്. അത് വളരെയേറെ വിശേഷപ്പെട്ട അറിവുകൾ നൽകുന്നതാണ്. നമ്മളുടെ പഴഞ്ചൊല്ലുകൾ അതിന് സമാനങ്ങളാണ്. പക്ഷെ സംസ്കൃതത്തിൽ വളരെയേറെ അറിവുകൾ നമുക്ക് ആ ന്യായങ്ങൾ നൽകുന്നു. ആ അറിവുകൾ പലരിലും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ, ഏതാനും വീഡിയോകൾ ഞാൻ ന്യായങ്ങളെക്കുറിച്ച് ചെയ്തിരുന്നു. എന്നിരുന്നാലും അത് വേണ്ട രീതിയിൽ എത്താത്തത് കൊണ്ടാണ് എല്ലാ ന്യായങ്ങളും നിങ്ങൾക്കായിട്ട് ഓരോരോ വീഡിയോകളായിട്ട് ഉൾപ്പെടുത്തി അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരറിവ് ഈ വീഡിയോകളിലൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇത് ആരംഭിക്കാം. ഓരോ വിഷയങ്ങളായിട്ട്, ഓരോ ന്യായങ്ങളായിട്ട് പല പല വീഡിയോകളായിട്ട് ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ ആരംഭമാണ്. അജഗജ ന്യായം, അതാണ് ഇന്നത്തെ നമ്മുടെ ന്യായത്തിന്റെ പേര്. താരതമ്യത്തിലെ ഭീമമായിട്ടുള്ള വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ ന്യായം. ലോകത്തെല്ലാം തുല്യമല്ല. ചിലത് ആകാശം പോലെ ഉയരമുള്ളതാണ്, ചിലത് ഭൂമി പോലെ താഴ്ന്നതാണ്. ഈ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കാനുള്ള സംസ്കൃത ന്യായമാണ് അജഗജ ന്യായം. മലയാളത്തിൽ ഈ ന്യായം ആടും ആനയും തമ്മിലുള്ള അന്തരം എന്ന് സൂചിപ്പിക്കാറുണ്ട്. ദൂരം ച നികടം ചന തുല്യം വിഷയേച സർവത്ര തദ്വത് മഹാൻ ഭേദോ ദൃശ്യതേ തത്രൈവ ജ്ഞാനം പ്രാപ്നുയാത്. വിജ്ഞാനിയുടെ കണ്ണിൽ സമാനമല്ലാത്തവ തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമായി കാണപ്പെടും. അജഗജ ന്യായം അത് നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. അജം എന്നാൽ ആട് എന്നാണ് അർത്ഥം. ഗജം എന്നാൽ ആന. ഒരു ആടും ആനയും തമ്മിൽ ഭീമമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്തരത്തിലുള്ള തുല്യമല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അജഗജന്യായത്തെ ഉപയോഗിക്കുന്നു. അവന്റെ പഴയ സ്വഭാവം, ഇപ്പോഴത്തെ മാറ്റം ഏറ്റവും വ്യത്യസ്തമാണ്. അത് അജഗജന്യായത്തിൽ ഉൾപ്പെടുത്തുന്നു. ചെറിയൊരു കിഴവന് പോലും ഭീമമായ മാറ്റം ഉണ്ടാകുമ്പോൾ നാം അജഗജന്യായം പറയുന്നു. കണ്ണിൽ കാണുന്നതെല്ലാം തുല്യമല്ല, എല്ലാം ഒരുപോലെ കാണരുത്, വ്യത്യാസങ്ങളെ തിരിച്ചറിയുക. അതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ട തത്വം. ആകാശവും ഭൂമിയും തുല്യമല്ല. ഈ വലിയ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണിത്. ചെറിയതും വലുതും തമ്മിൽ വലിപ്പം പോലെ വ്യത്യാസം കാണുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിനെയാണ് അജഗജൻ ന്യായം എന്ന് പറയുന്നത്. വ്യത്യാസങ്ങളെ തിരിച്ചറിയുന്നവൻ തന്നെയാണ് വിജ്ഞാനി. ജീവിതത്തിൽ ഇത്തരം വ്യത്യാസങ്ങളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ സംസ്കൃത ന്യായങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിവേകശക്തി ലഭിക്കുന്നതിന് സഹായിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോകൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത് നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പഴഞ്ചൊല്ലുകൾ പോലും ഇത്തരത്തിൽ ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായകരമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അത് അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ മുതിർന്നവരാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ഇതിന്റെ നമുക്ക് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പ്രാധാന്യത്തെ ഒന്ന് നോക്കാം. ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. താരതമ്യം അഥവാ കമ്പാരിസൺ ആണ് ആദ്യം പറയേണ്ടത്. തുല്യരല്ലാത്ത രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ തമ്മിൽ താരതമ്യം ചെയ്യേണ്ടി വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം വൈരുദ്ധ്യമാണ്. ഗുണത്തിലോ വലുപ്പത്തിലോ ഉള്ള ഭീമമായ വ്യത്യാസം വ്യക്തമാകുന്നു. മൂന്നാമത്തെ സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ. ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തം എന്ന് പറയുന്നത് ഇതിന് സമാനമാണ്. അജം ഗജം ച യദ ദൃശ്യതേ തുല്യം ന തേഷു കിഞ്ചനം ഭേദ മഹതി പ്രകടതേ ജ്ഞാനം ലഭതേ ഹി സദാ. ആടും ആനയും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അവയ്ക്ക് തുല്യത എവിടെയുമില്ല. ഭേദം വലുതാകുമ്പോൾ അത് അറിവ് നൽകും. ലോകത്തിൽ എല്ലാം തുല്യമല്ല, ചിലത് ചെറുത്, ചിലത് ഭീമം. അജഗജന്യായം പറയുന്നത് ഇതാണ്. വ്യത്യാസം ബോധ്യപ്പെടുത്താനാണ് ഈ ന്യായത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. ജ്ഞാനിയായിട്ടുള്ളവർ വ്യത്യാസങ്ങളെ തിരിച്ചറിയുന്നു. അത് ജീവിതത്തിൽ മാർഗദർശകരമാകും. തുല്യമല്ലാത്തവ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഭീമമായ വ്യത്യാസം മനസ്സിലാക്കുക. അജഗജന്യായം ഇതിലൂടെ നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നു. വിദ്യാബലം ധൈര്യം ച ഭേദം ബോധ്യം സമ്യക് അജഗജന്യായം സ്മൃത്യ ജീവനം സുസ്പഷ്ടം ഭവേത്. ആടും ആനയും പോലെ തുടങ്ങി മലയാളത്തിലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സംസ്കൃത ന്യായങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഈ അറിവ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.